നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂരിൽ തൃശൂർ മേയർ എം.കെ. വർഗീസിനെ സ്ഥാനാർത്ഥിയാക്കാൻ ബി.ജെ.പി. നീക്കം ആരംഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി 10,000-ലധികം വോട്ടുകൾ ഒല്ലൂരിൽ നേടി എന്നതാണ് 10,000-ലധികം വോട്ടുകൾ ലീഡ് ഒല്ലൂരിൽ നേടി എന്നതാണ് ബി.ജെ.പിയുടെ ഈ നീക്കത്തിൻ്റെ കാരണം. ബി.ജെ.പിക്ക് നൽകുന്ന ആത്മവിശ്വാസവും അതുതന്നെയാണ്. ക്രൈസ്തവ വോട്ടുകൾക്ക് നിർണായകമായ സ്വാധീനമുള്ള ഒല്ലൂരിൽ വർഗീസ് എത്തിയാൽ ജയം നേടാമെന്ന് ബി.ജെ.പി. കണക്ക് കൂട്ടുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. നേരത്തെ തന്നെ ഈ തൃശൂർ മേയറുടെ നീക്കം വലിയ വിവാദങ്ങൾക്ക് ഇടവെച്ചതാണ്. കാരണം ഇടതുമുന്നണി നേതൃത്വത്തെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകളും നീക്കങ്ങളും എം.കെ. വർഗീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് മാത്രമല്ല, സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്നു, ബി.ജെ.പിയെ പുകഴ്ത്തുന്നു. അങ്ങനെ ഇടതുമുന്നണിക്ക് താല്പര്യമില്ലെങ്കിലും മേയർ സ്ഥാനത്ത് തുടരുന്ന അവസ്ഥയിലായിരുന്നു എം.കെ. വർഗീസ്. എന്തായാലും എം.കെ. വർഗീസിനെ മുൻനിർത്തിയുള്ള ബി.ജെ.പിയുടെ നീക്കം അത് തന്ത്രപ്രധാനമായ ഒരു നീക്കമാണ്. തൃശ്ശൂരിൻ്റെ പുതിയ രാഷ്ട്രീയത്തിൽ സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷമുള്ള ഒരു സുപ്രധാന നീക്കം കൂടിയായി ഒല്ലൂരിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള തൃശ്ശൂർ മേയർ ഇടതു മേയർ തൃശ്ശൂരിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയാകുമോ എന്ന സുപ്രധാനമായ ചോദ്യമാണ് ഉണ്ടാവുന്നത്. അങ്ങനെയെങ്കിൽ അത് തൃശ്ശൂർ രാഷ്ട്രീയത്തിൽ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ചർച്ചകളും തുടർചലനങ്ങളും നിരവധിയാണ്. ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, എന്താണ് ഈ നീക്കം ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നത്? ഒല്ലൂരിൻ്റെ പ്രാധാന്യം എന്നതിനും അപ്പുറം ഇടത് മേയറെ തന്നെ കളത്തിലേക്ക് ഇറക്കുമ്പോൾ അത് മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, വലിയൊരു ആശയക്കുഴപ്പമുണ്ടാക്കുക എന്ന ലക്ഷ്യമുണ്ടല്ലോ. എന്താണ് ഈ ബി.ജെ.പിയുടെ നീക്കം? ഈ നീക്കം നടക്കാൻ സാധ്യമുണ്ടോ? സജിത്ത്, നീക്കം വിജയത്തിലേക്ക് എത്തുന്നു എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ബി.ജെ.പിയിൽ നിന്ന് അങ്ങനെ തന്നെയാണ് ഉള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസ് ടിക്കറ്റ് നൽകിയില്ല എം.കെ. വർഗീസിന്. പക്ഷെ വിമതനായി നിൽക്കുന്നു, ആ വാർഡിൽ ജയിക്കുന്നു. ഫലത്തിൽ CPM-നോടക്കം LDF-നോട് വിലപേശിക്കൊണ്ട് മേയറാകുന്നു. അതായത് കോൺഗ്രസ്സുകാരനായിരുന്ന ആൾ ഫലത്തിൽ LDF-ന്റെ മേയറായി മാറുന്നു. അത്രയധികം രാഷ്ട്രീയ മാറ്റത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളാണ് എം.കെ. വർഗീസ് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. രണ്ട്, എം.കെ. വർഗീസിന്റെ പൊതുസമ്മതി തന്നെയാണ്. ഇതാ നോക്കൂ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ട്, മറ്റു പാർട്ടികളുടെ സ്ഥാനാർത്ഥിയുണ്ട്. പക്ഷെ അവരെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ജയം നേടാൻ എം.കെ. വർഗീസിന് കഴിയുന്നു. അത്രത്തോളം നയചാതുരി എം.കെ. വർഗീസിന് ഉണ്ട് എന്നാണ് ബി.ജെ.പി. വിലയിരുത്തുന്നത്. അതാണ് എം.കെ. വർഗീസിനെ ഒപ്പം എത്തിക്കാനുള്ള ഒരു നീക്കത്തിന് പിന്നിൽ. മാത്രമല്ല, ബി.ജെ.പിയോട് അയിത്തം എം.കെ. വർഗീസ് കാണിക്കുന്നുമില്ല. കഴിഞ്ഞ ക്രിസ്തുമസിന് സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ. സുരേന്ദ്രൻ തന്നെ എം.കെ. വർഗീസിന്റെ വീട്ടിലെത്തി കേക്ക് നൽകിയത് വലിയ വിവാദമായിരുന്നു. എം.കെ. വർഗീസ് കേക്ക് സ്വീകരിച്ചതിനെ തുടർന്ന് CPI അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. വി.എസ്. സുനിൽകുമാർ ഉൾപ്പെടെ CPIയുടെ ജില്ലാ നേതൃത്വം അടക്കം അതിശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. എം.കെ. വർഗീസിന് ചോറ് ഇവിടെയും കൂറ് അവിടെയും എന്നായിരുന്നു അന്ന് വി.എസ്. സുനിൽകുമാറിന്റെ ഏറ്റവും ഗൗരവമേറിയ ആരോപണം ഉണ്ടായിരുന്നത്. അപ്പോൾ താൻ അതിനോടൊന്നും വില കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPM ആണ് തന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. അത് താൻ 5 വർഷവും പൂർത്തിയാക്കും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലാവധി വരെ എം.കെ. വർഗീസ് തന്റെ കാലാവധി പൂർത്തിയാക്കും എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ പല മാധ്യമപ്രവർത്തകരും എം.കെ. വർഗീസിനോട് ബി.ജെ.പിയിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ താൻ ഇതാണ് ചെയ്യുന്നത് എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എം.കെ. വർഗീസ് അന്ന് ചെയ്തത് എന്നുള്ളതാണ്. ഇനി ഒല്ലൂരിലേക്ക് വന്നാൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഒല്ലൂർ ഒരു പ്രതീക്ഷയുള്ള മണ്ഡലമായി പോലും ബി.ജെ.പിയുടെ കണക്കിൽ പോലും വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരു A-ക്ലാസ് മണ്ഡലമല്ല അത്. കേവലം 22,000 വോട്ട് മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ബി. ഗോപാലകൃഷ്ണൻ എന്ന ബി.ജെ.പിയുടെ തൃശ്ശൂരിലെ സുപരിചിതനായ നേതാവിന് നേടിയെടുക്കാനായത് 22,295 വോട്ടുകളാണ്. അവിടെ കെ. രാജൻ നേടിയത് ഏതാണ്ട് 20,000-ലധികം വോട്ടുകളുടെ ലീഡാണ്. ജോസ് വെള്ളൂരായിരുന്നു സ്ഥാനാർത്ഥി. അതായത് കെ. രാജൻ അന്ന് 76,000 വോട്ട് പിടിച്ചൊരു മണ്ഡലമാണ്. CPIക്കും കോൺഗ്രസിനും പലപ്പോഴും MLA-മാരെ സംഭാവന ചെയ്തിട്ടുള്ള മണ്ഡലമാണ്. ആ മണ്ഡലമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ഒരു പൊതുസമ്മതനായ സുരേഷ് ഗോപിയെ പോലെ ഒരാൾ ഏതാണ്ട് 10,000-ൽ പരം വോട്ടുകളുടെ ലീഡിൽ അവിടെ മുന്നോട്ട് വരുന്നത്. അന്ന് വി.എസ്. സുനിൽകുമാർ 48,633 വോട്ടുകൾ നേടിയപ്പോൾ സുരേഷ് ഗോപിക്ക് 58,996 വോട്ടുകളാണ് അവിടെ നേടിയത്. കെ. മുരളീധരൻ 47,000. അതായത് ഒരു ത്രികോണ മത്സര ഫൈറ്റിലേക്ക് എത്തിയാൽ അവിടെ ബി.ജെ.പി. മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഈ കണക്ക്. ഇതിനു മുൻപ്
ഇതിന്റെ ഒരു സാമുദായിക സമവാക്യം വെക്കുമ്പോൾ അവിടെ ക്രൈസ്തവ വോട്ടുകൾക്ക് വളരെ നിർണായക സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ആ മണ്ഡലം, ഒല്ലൂർ മണ്ഡലം. അവിടെ SNDP വോട്ടുകൾക്കും കാര്യമായ സ്വാധീനമുണ്ട്. പക്ഷേ BDJSന്റെ സ്ഥാനാർത്ഥിയായി 2016 PK സന്തോഷ് മത്സരിച്ചപ്പോൾ അവിടെ 17,694 വോട്ടുകൾ മാത്രമാണ് അവിടെ നേടാനായത് എന്നുള്ളതാണ്. അതിനും തൊട്ടു മുൻപ് 2011 എത്തിയാൽ കേവലം 6,000 വോട്ടുകളുടെ മാത്രമാണ് BJP സ്ഥാനാർത്ഥി സുന്ദർരാജന് അവിടെ നേടാൻ കഴിഞ്ഞത്. അതായത് BJPയെ സംബന്ധിച്ച് ഒല്ലൂർ വളരെ വേഗത്തിൽ വളരുന്ന ഒരു മണ്ഡലമാണ് എന്നുള്ളതാണ്. ശരിയാണ്, സുരേഷ് ഗോപി എന്നുള്ള സ്ഥാനാർത്ഥിയാണ്, പക്ഷെ അദ്ദേഹം പൊതുസമ്മതനാണ്. തീർച്ചയായും ആ മണ്ഡലത്തിലുള്ള ഒന്നാകെയുള്ള ഒരു തരംഗം അവിടെയും ഗുണം ചെയ്തു എന്നൊക്കെ വിലയിരുത്താം. പക്ഷേ ഒരു ത്രികോണ ഫൈറ്റ് വന്നാൽ MK വർഗീസിനെ പോലെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾ മത്സരിച്ചാൽ ആ മണ്ഡലത്തിൽ ജയിക്കാം എന്ന നിലയിലേക്ക് BJP എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. BJPയുടെ ലക്ഷ്യവും അത് തന്നെയാണ്. MK വർഗീസ് ഇതിനോട് നോ പറഞ്ഞിട്ടില്ല. പല വിഷയങ്ങളിലും സുരേഷ് ഗോപിയെ വാനോളം പുകഴ്ത്തുന്നത് ഈ നോക്കൂ, CPM സ്ഥാനാർത്ഥിയാക്കിയ CPM മേയറായ ഒരാൾ വാനോളം പുകഴ്ത്തുന്ന കാഴ്ചയാണ് കണ്ടത്. തൃശ്ശൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും അവസാന വർഷം ഒരു വർഷ കാലയളവ് അവിടെ CPIക്കായിരുന്നു മേയർ സ്ഥാനം നൽകേണ്ടിയിരുന്നത്. അത് നൽകാൻ MK വർഗീസ് രാജിവെക്കാൻ പോലും തയ്യാറായിട്ടില്ല. അതിന് MK വർഗീസിനെ പുറത്താക്കിയാൽ ഫലത്തിൽ ഭരണം പോകുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് CPM അവിടെ മിണ്ടാതിരിക്കുന്ന സാഹചര്യമാണുള്ളത് 5 വർഷം ആ ഭരണം തികയ്ക്കാൻ വേണ്ടി എന്നുള്ളതാണ്. ഫലത്തിൽ ആ സമയത്ത് തന്നെയാണ് BJP അനുകൂല പരാമർശങ്ങൾ വർഗീസ് നടത്തുമ്പോൾ പോലും വർഗീസിന് തൊടാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യവും അവിടെയുണ്ട്. ഏതാണ്ട് BJP അനുകൂല നിലപാട് പല വിഷയത്തിലും, വികസന വിഷയത്തിലടക്കം MK വർഗീസ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടും അടക്കം നടത്തി കഴിഞ്ഞതാണ്. അതാണ് ഈ ശ്രീജിത്ത് വരാം. അനിലക്കര കോൺഗ്രസ് നേതാവ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അനിലക്കര, നേരത്തെ തന്നെ MK വർഗീസിന്റെ പല നിലപാടുകളും വിവാദമായതാണ്. BJPയെ പുകഴ്ത്തുക, സുരേഷ് ഗോപിയെ പുകഴ്ത്തുക, ഇതൊക്കെ ഉണ്ടായതാണ്. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടോ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ? BJP വലിയ നീക്കം നടത്തുകയാണ്. MK വർഗീസ് ഒല്ലൂരിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് BJPയുടെ നീക്കം. അല്ല, ഇത് ഞാനിപ്പോ ആദ്യമായിട്ട് കേൾക്കുന്ന വാർത്തയല്ല. എനിക്കിതിനകത്തൊരു അത്ഭുതവും ഇല്ല. MK വർഗീസ് എന്ന് പറയുന്ന തൃശ്ശൂരിലെ മേയർ CPMന്റെ ഒരു ടൂളാണ്. നമുക്കിതിന്റെ നാൾ വഴികൾ നമുക്കിത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. MK വർഗീസ് എന്ന് പറയുന്ന വിമുക്ത ഭടൻ കോൺഗ്രസിന്റെ സജീവമായ പ്രവർത്തനമായിരുന്നു. അദ്ദേഹം അവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്ന സാഹചര്യം ഇത് എന്റെ ഡിഫറന്റ് ആണ്. അത് പാർട്ടിയുമായി ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ടായ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്ന സാഹചര്യം ഉണ്ടായത്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് അന്ന് BJPയാണ് അവിടെ. CPMന്റെ വോട്ട് കൊണ്ട് മാത്രമല്ല അദ്ദേഹം ജയിച്ചത്, BJPയുടെ വോട്ട് കൊണ്ട് കൂടിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചത്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് CPM BJP ഒക്കെ പിന്തുണ കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അദ്ദേഹം തൃശ്ശൂരിന്റെ മേയറായി. അതിനുശേഷമാണ് ഈ കരുവന്നൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. കരുവന്നൂരിലെ രാഷ്ട്രീയ സാഹചര്യം ഞാൻ തുടക്കം മുതൽ അതിനെ ഫോളോ ചെയ്തിരുന്ന ഒരാളാണ്. കരുവന്നൂർ ബാങ്ക് തുടങ്ങി 12ഓളം സഹകരണ ബാങ്കുകളിൽ എത്തി നിൽക്കുന്ന വലിയ അഴിമതി. ആ അഴിമതിയുടെ ഭാഗമായി പിന്നെ അന്ന് റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ PMLA കോടതിയിൽ, കലൂർ PMLA കോടതിയിൽ കൊടുത്ത് MK വർഗീസിനെ ആണെങ്കിലും അതുപോലെ തന്നെ AC മൊയ്തീനെ ഉൾപ്പെടെയുള്ള ആളുകളെ അന്ന് അറസ്റ്റ് ചെയ്യാതെ വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിന് ശേഷമാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മേയറുടെ എത്ര